ഇസ്ലാമിക പ്രബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ്. എല്ലാ ആളുകൾക്കും അവരവർക്ക് കഴിയും വിധം ഇസ്ലാമിനെ പ്രബോധനം നടത്തേണ്ടത് അനിവാര്യമായ കടമയാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അംറുൻ ബിൽ മഅറൂഫ്, അതുപോലെ തന്നെ വനഹിയുൻ അനിൽ മുൻകർ, ഈ കടമയെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള ധാരാളം പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും. എന്താണ് അംറുൻ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ? നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക. എന്താണ് നഹിയുൻ അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ? ചീത്തയായ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ വിലക്കുക, തടയുക. ഇതാണ് അംറുൻ ബിൽ മഅറൂഫി വ നഹിയുൻ അനിൽ മുൻകർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുവാനുള്ള ഒരു ബാധ്യതയാണ്. നാം അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളുടെ പ്രതിപാദന രീതിയിലും ശൈലിയിലും ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ പുരുഷന്മാരും അതുപോലെ തന്നെ മുഅ്മിനത്തുകളായ സ്ത്രീകളും അവരുടെ ഗുണങ്ങളെ സംബന്ധിച്ച് സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, സത്യവിശ്വാസികളായ ആണുങ്ങളും സത്യവിശ്വാസിനികളായ സ്ത്രീകളും ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ, അവരൊക്കെ പരസ്പരം മിത്രങ്ങളായി കഴിയേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമയിലും ഗുണകാംക്ഷയിലും ഒക്കെ ജീവിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളുടെ സ്ഥാനത്താണ്. ഒരു ചീർപ്പിന്റെ പല്ലുകൾ കണക്കെ ഒരു ബിൽഡിങ്ങിന്റെ ഓരോ പാർട്ടുകൾ പോലെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒന്നിനൊന്ന് ശക്തി പകർന്നുകൊണ്ടും ഒരുമയോടെ കൂട്ടത്തോടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ നിലനിൽക്കേണ്ടവരാണ് വിശ്വാസികളുടെ സമൂഹം. അത് പറഞ്ഞതിന് ശേഷം അവർക്ക് പരസ്പരം ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാനദണ്ഡം എന്തായിരിക്കണം? എനിക്കൊരാളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ, ഒരാൾക്ക് എന്നോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അയാളുടെ തെറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. എനിക്കൊരാളോട് കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും കാര്യം പറയാൻ ഞാൻ വേറുള്ളവരെ ഏൽപ്പിക്കാം. നിങ്ങളൊന്ന് പറയണേ, എനിക്ക് ഞങ്ങളത്ര ക്ലോസ് അതുകൊണ്ട് പറ്റൂല. അപ്പൊ എന്താ കാരണം? ആ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകും എന്നാണ്. ഏറ്റവും അടുപ്പുള്ള ആളുകൾ തമ്മിൽ ഒന്നും പറയൂല. വാപ്പാനോടും ഉമ്മാനോടും ഒന്നും പറയില്ല, വേറുള്ളവരെ ഏൽപ്പിക്കും. മക്കളെ ഉപദേശിക്കാൻ വേറുള്ളവരെ ഏൽപ്പിക്കും. അടുത്ത ബന്ധത്തിലും അടുത്ത സ്നേഹത്തിലൊക്കെ കഴിഞ്ഞുകൂടുന്ന സ്നേഹിതന്മാർക്കിടയിലുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, തെറ്റായ കാര്യത്തിൽ നിന്ന് വിലക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുമ്പോഴും വേറുള്ളവരെ ഏൽപ്പിക്കും. വാസ്തവത്തിൽ അതാണോ വേണ്ടത്? നേരെ മറിച്ചാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. മോമിനുകളും മോമിനാത്തുകളും അഥവാ സത്യവിശ്വാസികളായ പുരുഷന്മാർ തമ്മിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവർക്കിടയിൽ അവരൊക്കെ പരസ്പരം ഒരു സ്ത്രീ മറ്റൊരു സഹോദരിയെ സ്നേഹിക്കുന്നു, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോട് സ്നേഹബന്ധം പുലർത്തുന്നു ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവരിൽ വളരെ പ്രകടമായി കാണേണ്ടുന്ന ഒന്നാമത്തെ ഗുണമായി അല്ലാഹു പറയുന്നത് എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ.
നല്ല കാര്യം കൊണ്ട് അവർ പരസ്പരം കൽപ്പിക്കും, അവർ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കും. വയൻഹൗന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നവർ തടയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല കാര്യം എന്നർത്ഥം. കാരണം ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിലേക്കുള്ള ക്ഷണം, ഒരു നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കൽ, ഒരു തിന്മയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി അതിൽ നിന്നൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരു തറ നിലവാരത്തിലുള്ള പണിയല്ല, ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ലോകത്ത് നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ പുഴയിൽ മുങ്ങിച്ചാവാൻ നിൽക്കാണ്, മുങ്ങി മരിക്കാൻ പോവാണ്. കരയിൽ നിൽക്കുന്ന ഒരാളത് കണ്ട് അയാൾ എടുത്ത് ചാടി ആ മനുഷ്യനെ പൊക്കിക്കൊണ്ടുവന്നു മരണത്തിന്റെ മുഖത്ത് നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയാൽ പിറ്റേന്ന് പത്രത്തിൽ വലിയ ന്യൂസ് വരും, ധീരതക്കുള്ള അവാർഡ് നൽകി ആദരിക്കാൻ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നയാളെ. എന്താ പ്രശ്നം? ആ മനുഷ്യൻ മുങ്ങി മരിക്കാൻ പോകുന്ന നേരത്തെ ഇയാളെ രക്ഷപ്പെടുത്തിയത്. ഒരു പുര കത്തുകയാണ്, തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ജീവനെ പോലും പണയപ്പെടുത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി അതിൽ വെന്തുമരിക്കാൻ പോകുന്ന ആളുകളെ, സ്വജീവനെ പോലും അവഗണിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ആളുകളെ സമൂഹം വാനോളം പുകഴ്ത്താറുണ്ട്, ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. അവരുടെ വീരചരിത്രങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് പറയാറുണ്ട്. ശരി തന്നെയാണ്. എന്താ കാരണം? ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് പ്രാധാന്യമില്ല എന്നല്ല, ഇതൊക്കെ നടത്തേണ്ട കാര്യമാണ്. ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ രക്ഷിക്കണം, ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അയാൾക്ക് ആശ്വാസം നൽകണം, ഒരാൾ അപകടത്തിൽപ്പെടുമ്പോ അവിടെ നമ്മുടെ സജീവമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യണം. അതൊക്കെ മാനുഷികമായ കാര്യങ്ങളും ഏറ്റവും പുണ്യമുള്ള കാര്യങ്ങളും അള്ളാഹുവിന്റെ വജൂഹുദ്ദേശിച്ച് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളും തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അതിന്റെ ഒരു മറുവശമുണ്ട്. ഒരു മനുഷ്യൻ ഈ ലോകത്തൊരാൾ മുങ്ങി മരിച്ചു എന്ന് വിചാരിക്കുക, അയാൾ മുഅ്മിനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് പരലോകത്ത് അത്യുന്നതമായ പദവിയാണ്. ഒരാൾ ഈ ലോകത്ത് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, പക്ഷെ അയാൾ മുഅ്മിനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ അത്യുന്നതമായ പദവിയാണ്. അതേ അവസരത്തിൽ ഒരാൾ മരിച്ചു, അയാൾ വിശ്വാസിയായിട്ടല്ല മരിക്കുന്നത് എങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പരലോകം? ഇവിടെയാണ് എന്റെയും നിങ്ങളുടെയും ബാധ്യതയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനെ ദുന്യാവിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാളും അപ്പുറം, ഒരു മനുഷ്യനെ ദുന്യാവിന്റെ ഏതാനും കാലഘട്ടത്തിന് ഒരാൾക്ക് എത്ര ആയുസ് കിട്ടിയാലും എത്ര കാലമാണ് ഒരാൾ ജീവിക്കുക, ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് ആശ്വാസം പകരുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു ചിന്തയാണ്, അല്ലാഹുവേ, ആ മനുഷ്യൻ മരിച്ചുപോയാൽ, ഞാൻ മരിച്ചുപോയാൽ, ഏത് വ്യക്തികളാണെങ്കിലും മരണാനന്തരമുള്ള ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലെ പോലെ 60-70 കൊല്ലത്തിനിടയ്ക്ക് കൊഴിഞ്ഞു തീരുന്ന ജീവിതമല്ല. പരലോക ജീവിതം അത് ശാശ്വതമാണ്. ലക്ഷോപലക്ഷം വർഷങ്ങളാണ്, അറ്റമില്ലാത്ത ലോകമാണ്. ആ ലോകത്ത് ശാശ്വതമായ തീയിൽ ഒരാൾ എറിയപ്പെടേണ്ടി വരുന്നൊരവസ്ഥ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നവരാണെങ്കിൽ നമുക്കൊരാളോട് നന്മ പറയാതിരിക്കാനാവില്ല. ഒരാളിൽ കാണുന്ന തിന്മയെ വളരെ സ്നേഹത്തോടെ തിരുത്താതിരിക്കാനാവില്ല. ഇവിടെയാണ് നമ്മുടെ കടമ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് മൈക്ക് കെട്ടി വഴന്നു പറയൽ മാത്രമല്ല, അതതിന്റെ ഒരു വകുപ്പ് മാത്രമാണ്. ശക്തമായ വാചകങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന വരികളിലൂടെ ലേഖനങ്ങൾ എഴുതൽ മാത്രമല്ല, അതതിന്റെ ഒരു വകുപ്പ് മാത്രമാണ്. ഓരോ മനുഷ്യനും നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഅ്മിനാണോ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്നാണ് അല്ലാഹു പറയുന്നത്. ശേഷമാ പറയുന്നത് വയുഖീമൂന സ്വലാഹ്
വയുതൂന സക്കാ, നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത്. നമസ്കാരം എത്ര പ്രാധാന്യമുള്ള ഇബാദത്താണ്. ഷഹാദത്ത് കലിമകൾ കഴിഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമതായിട്ട് നമ്മൾ എണ്ണിപ്പറയുന്ന 5 നേരത്തെ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രയാണ് സുഹൃത്തെ? ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമതായി എണ്ണുന്ന സക്കാത്തിന്റെ പ്രാധാന്യം എത്രയാണ് സഹോദര? അതിന്റെയൊക്കെ മുമ്പ് അല്ലാഹു എണ്ണുന്നത് ഏത്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. അത് പറഞ്ഞിട്ടാ പറയുന്നത് വയുഖീമുസ് സ്വലാ വയുതുസ് സക്കാ വയുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സക്കാ വയുതീഊന അല്ലാഹ വറസൂലഹു. അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നു, നിസ്കാരം നിലനിർത്തുന്നു, സക്കാത്ത് കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഉലൈക സയർഹമുഹുമുല്ലാഹ്, അക്കൂട്ടർ അവർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ പോകുന്ന വിഭാഗം. നമ്മളൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ നിന്റെ റഹ്മത്തിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. പള്ളിയിലേക്കാണ് കാലെടുത്ത് വെക്കുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലെങ്കിൽ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ ഡോറുകൾ, കവാടങ്ങൾ നീ എനിക്ക് മുമ്പിൽ മലർക്കെ തുറക്കണമേ. അള്ളാഹു പറയാണ് അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്ന ആർക്കാ? അള്ളാന്റെ റഹ്മത്ത് കിട്ടുകയാണ്. അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത്? നിസ്കാരവും സക്കാത്തും നോമ്പൊന്നും മാത്രമല്ല പറഞ്ഞത്, ആദ്യം തന്നെ പറയുന്നത് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. സൂറത്തു തൗബ 71 നോട്ട് ചെയ്ത് പഠിക്കണം നമ്മള്. സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്ത് ഓർമ്മ വെക്ക്. എന്നിട്ട് സൗകര്യം കിട്ടുമ്പോ ഒന്ന് പരിശോധിച്ചു നോക്ക്. അല്ലാഹു തആല നിസ്കാരത്തിന്റെ കാര്യം, സക്കാത്തിന്റെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ അനുസരിക്കൽ, റസൂലുള്ളാഹിനെ അനുസരിക്കൽ, അതൊക്കെ പറയുന്നതിന്റെ മുമ്പ് മുഅ്മിന്റെയും മുഅ്മിനായ പുരുഷന്റെയും മുഅ്മിനത്തായ പെണ്ണിന്റെയും ആദ്യ ബാധ്യതയായിട്ട് എണ്ണുന്നത് എന്താണെന്നറിയോ? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഇനിയും നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാൻ 3-ാമത്തെ അധ്യായം 110-ാമത്തെ ആയത്ത് അള്ളാഹു അവിടെ എന്താ പറയുന്നത്? ഈ ഉത്തമ സമുദായത്തിന്റെ ഗുണം പറയാണ്. ആരാണ് നിങ്ങൾ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ പ്രാധാന്യം? ഈമാൻ. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താ? 6 കാര്യങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. ആ കാര്യത്തിന്റെ പ്രാധാന്യവും ഗൗരവം എത്രയാണ്? അത് പറയുന്നതിന്റെ മുമ്പ് പോലും അല്ലാഹു തആല ഈ ഉത്തമ സമുദായത്തിന്റെ ഐഡന്റിറ്റി, മുഖമുദ്ര എന്തായിരിക്കണം എന്നാ പറയുന്നത്? കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ മികച്ച സമുദായമാണ്, ഉത്തമ സമൂഹമാണ് നിങ്ങൾ. എന്താ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം നിങ്ങൾ, തിന്മകളെ നിങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. എന്നിട്ടാ പറയുന്നത് വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം എത്രയാണ്? 5 നേരത്തെ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രയാണ്? സക്കാത്തിന്റെ പ്രാധാന്യം എത്രയാണ്? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എത്രയാണ്? അവയൊക്കെ പറയുന്നതിന്റെ മുമ്പ് പറയാൻ മാത്രം ഗൗരവമുള്ളതാണ് ഇസ്ലാമിക പ്രബോധനം. ആളുകളോട് നന്മ ഉപദേശിക്കൽ, ആളുകളിൽ കാണുന്ന ചീത്തക്കെതിരെ പ്രതികരിക്കൽ, അവരോട് ഗുണദോഷിക്കൽ, അവരെ ഉപദേശിക്കൽ, അവരിൽ നിന്നത് മാറ്റുവാൻ വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ ആത്മാർത്ഥമായി ഏർപ്പെടൽ, ഇതിന്റെയൊക്കെ മുന്നോടിയായി പറയാൻ മാത്രം വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ നമ്മൾ കാണുന്നുവെങ്കിൽ നമ്മൾ വിചാരിക്കും പോലെ ഈ ഇസ്ലാമികമായ പ്രബോധനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു പ്രൊഫഷനല്ല. അയാൾ ദാഴിയാണ്, അയാൾ പ്രബോധകനാണ്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ അല്ലത്. ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യം. മനുഷ്യരാണോ നമ്മൾ? നമ്മുടെ രക്ഷയുടെ നിദാനമായിട്ട് അല്ലാഹു പറഞ്ഞ വിഷയമാണിത്. എല്ലാവർക്കും സുപരിചിതമായ 2 വരിയിൽ ഒതുങ്ങുന്ന സൂറത്തല്ലേ സൂറത്തുൽ അസ്ർ.
വൽ അസ്ർ, അതായിരിക്കാ മനപ്പാടല്ലാത്തത്? അതിലാരെക്കുറിച്ചാ പറയുന്നത്? ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യര് മുഴുവനും. നമ്മൾ മനുഷ്യന്മാരിൽ പെടുന്നുണ്ടോ? എന്നാ നമുക്കാണ് ഇത് ബാധകം. അല്ല, ഞാനതിൽ പെടൂലേ? എന്നാ പിന്നെ ഞാനത് ആലോചിക്കണ്ട. കാലഘട്ടത്തിന്റെ ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മാനവരാശി മനുഷ്യര് മുഴുവനും ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇസ്ലാമിന്റെ ഭാഷയിലെ നഷ്ടം എന്ന് പറയുന്നത് ദുനിയാവിൽ ഫഖീറായി പോകലല്ല, മരണാനന്തരം കത്തിയാളുന്ന നരകത്തിയിൽ ആര് പ്രവേശിപ്പിക്കപ്പെട്ടുവോ അതാണ് ഇസ്ലാമിന്റെ ഭാഷയിലും ഇസ്ലാമിന്റെ പ്രയോഗത്തിലുമുള്ള കനത്ത നഷ്ടം. അങ്ങനെയുള്ള പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യരിൽ 4 ഗുണങ്ങൾ നിർബന്ധമാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒഴികെ. 1, നമ്മൾ പരിശോധിക്കുക, എനിക്ക് ആ പറഞ്ഞ ഈമാൻ ഉണ്ടോ? 2, ഈമാൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വഅമിലു സ്വാലിഹാത്തി, എന്റെ വിശ്വാസം എന്റെ ഉള്ളിലുണ്ടോ എന്നാൽ അതിനനുസരിച്ച് പുറത്തേക്ക് എന്റെ ജീവിതമാണ് നന്നാവണം. അതാണ് അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ എന്റെ ജയിലും കോലൊന്നും നോക്കണ്ട, എന്റെ ഉള്ളിലാണ്, ഞാനും പഠിച്ചോന്നിട്ടായിക്കോളാം. പറ്റൂല, അത് പറ്റൂല. എനിക്ക് ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, ഉള്ളിലുണ്ടോ പുറത്തേക്ക് കാണണം, അത് പുറമേക്ക് പ്രകടമാവണം. ഞാനും റബ്ബട്ടായിക്കോളാം, അത് പറ്റൂല. ദുന്യാവിലാണോ ജീവിക്കുന്നത്? എന്നാൽ അത് നടക്കൂല. അപ്പൊ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനൊരു പ്രത്യേകമായ ഒരു താല്പര്യം അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്, ഞാൻ ഇസ്ലാമികമായ വിശ്വാസം എന്റെ മനസ്സിലുണ്ടോ എങ്കിൽ എന്നിൽ അത് പ്രകടമാവണം എന്നതാണ്. അതാണ് അള്ളാഹു പറയുന്ന അമലുസ് സാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്തവരൊഴികെ അല്ലാത്തവരൊക്കെ പരാജയത്തിലാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ആ സൂറത്ത് അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. എല്ലാവർക്കും മനപ്പാടുള്ള സൂറത്തല്ലേ വൽ അസ്ർ? എല്ലാവരും ചൊല്ലി നോക്കിയാൽ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, അത് കഴിഞ്ഞ് ഖുർആൻ കൂട്ടി വെക്കാറില്ല, അല്ലെങ്കിൽ ആയത്ത് അവസാനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ സമാധാനിക്കായിരുന്നു, ഞാൻ രക്ഷപ്പെട്ട്. കാരണം ഞാൻ ഈമാനൊക്കെ ഓക്കെയാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കലുണ്ട്, കഴിയുമ്പോ ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്, ഉംറയൊക്കെ ചെയ്യലുണ്ട്, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. ആ സൂറത്ത് അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സമാധാനിക്കാമായിരുന്നു. ഇല്ലാന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി 2 പറയുന്നുണ്ട്, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ. ഉണ്ടോ? ഞാനൊരു ഹക്ക് മനസ്സിലാക്കിയാൽ ഞാൻ അതിനനുസരിച്ച് ജീവിക്കൽ മാത്രമല്ല, ആ ഹക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത സഹോദരങ്ങളുണ്ട് ചുറ്റും. അവരോടത് സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ ആളുകളിൽ നിന്ന് നല്ല പ്രതികരണം എപ്പോഴും പ്രതീക്ഷിക്കരുത്. ഭൂരിഭാഗവും എതിര് പ്രതികരണം ഉണ്ടാവുക. കാരണം ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ എതിർക്കുമ്പോ എനിക്ക് എന്തായാലും ആ പറഞ്ഞ ആളോട് ഒരു വിഷമ തോന്നുക. വാസ്തവത്തിൽ സന്തോഷം തോന്നേണ്ടിയിരുന്നത്. ഞാനൊരു അപകടത്തിൽപ്പെടുമ്പോ എന്നെ രക്ഷപ്പെടുത്തിയ ആളോട് എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? ഞാനൊരു അപകടത്തിലേക്ക് പോവുകയായിരുന്നു, ഒരാൾ എന്റെ കൈ പിടിച്ച് എന്നെ കൊണ്ട് രക്ഷപ്പെടുത്തി, എനിക്ക് അയാളെ കാണുമ്പോ സന്തോഷം. മറക്കാൻ കഴിയോ എനിക്ക് അയാളെ? പറയില്ലേ നമ്മൾ അയാളോട് നമ്മൾ പറയും, മറക്കൂലട്ടോ, ഒരിക്കലും ഞാൻ മറക്കൂല നിങ്ങൾ ചെയ്ത ഉപകാരം, നിങ്ങളാ എന്നെ രക്ഷിച്ചത്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് അത് ഈ മേഖലയിൽ പറയാൻ കഴിയുന്നില്ല? എന്നിൽ കാണുന്ന ഒരു ദുസ്വഭാവത്തെ സ്നേഹത്തോടെ ഒരാൾ ഉപദേശിക്കുമ്പോ ഞാൻ അയാളെ വെറുക്കുകയാണ്. അവനത് പറയാൻ മാത്രമായോ? എന്നോടൊക്കെ അത് പറയാൻ മാത്രമായോ? അവനൊക്കെ ഇപ്പൊ എന്നേതൊക്കെ പറയാൻ മാത്രമായത് എന്നൊക്കെ പറഞ്ഞ് എന്നിൽ കാണുന്ന ഒരു തിന്മ വളരെ ആത്മാർത്ഥമായി ഗുണദോഷിച്ച ഒരാളോട് അയാളെ സ്നേഹിക്കേണ്ടതിന് പകരം ഞാൻ അയാളെ വെറുക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ ഭൂരിപക്ഷവും കണ്ടുവരുന്നത്.
ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് നേരെ മറിച്ച് നല്ല സ്വഭാവം ഉണ്ടാവും. അയാൾ ഇന്നിൽ കാണുന്ന ഒരു തിന്മ തിരുത്തി തന്നല്ലോ, അൽഹംദുലില്ലാ, ഇനി ഞാനത് ചെയ്യൂല, ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു, അയാളുടെ ആ ഒരു ഉപദേശം കൊണ്ട്, ആ ഒരു ഉണർത്തൽ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളുണ്ടാകും. പക്ഷേ അത് വളരെ വിരളമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമികമായിട്ട് ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മേഖലയിൽ ഇടപെടുമ്പോ സമൂഹത്തിൽ നിന്ന് എപ്പോഴും അനുകൂല പ്രതികരണമല്ല ഉണ്ടാവുക, ഭൂരിഭാഗവും അധികവും പ്രതികൂല പ്രതികരണങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ 4-ാമത് പറഞ്ഞു, വതവാസൗ ബിസ്സബ്ർ, അതും വേണ്ടിവരും. നല്ല ക്ഷമയുള്ളവർക്ക് പറഞ്ഞ കാര്യമാണ് ഇത്. 4ഉം ഉള്ളവരെ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ എത്രത്തോളമാണ് ഇതിന്റെ ഗൗരവം? അപ്പൊ ഇതേതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ മാത്രം ഡ്യൂട്ടിയാണോ? വേറുള്ളവർക്കൊന്നും ബാധിക്കാത്തതാണോ? എങ്കിൽ പിന്നെ ഇന്നൽ ഇൻസാന എന്ന് മാനവരാശിയെ മുഴുവനും എന്ന് അള്ളാഹു എന്തിനു പറഞ്ഞു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഖുർആൻ ചിന്തിക്കാം. മാനവരാശി മുഴുവനും നഷ്ടത്തിലാണ്. ഇനി ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ താഴെ പറയുന്ന 4 ഗുണങ്ങളുള്ളവർക്കേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യത എത്രത്തോളം? അള്ളാഹുവിലുള്ള വിശ്വാസം പറയുന്നതിന്റെയും മുമ്പേ പറയാൻ മാത്രം ഗൗരവതരമായ ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമെങ്കിൽ വിഷയം എത്ര ഗുരുതരമാണ്. 5 നേരത്തെ നമസ്കാരവും സകാത്തും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കലും പറയുന്നതിന്റെയും മുന്നോടിയായി പറയാൻ മാത്രം ഈ ഒരു വിഷയത്തെ അള്ളാഹു ഉപയോഗപ്പെടുത്തിയെങ്കിൽ എത്രയാണ് അതിന്റെ ഗൗരവം? ഇതൊക്കെ തന്നെ മതി ചിന്തിക്കുന്ന, ആലോചിക്കുന്ന നമുക്കെല്ലാവർക്കും ആലോചിക്കാനും ചിന്തിക്കാനും. അത്രത്തോളം പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത്. ഇനി സുഹൃത്തുക്കളെ, മഹാരഥന്മാരായ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ നല്ലവരായ അനുയായികളും ഏറെ സമയം ചെലവഴിച്ച ഒരു മേഖലയായിരുന്നു ഇസ്ലാമിക പ്രബോധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച ആ ഉത്തമ തലമുറ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചത് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയായിരുന്നു. അതേതാ കാലം? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന താരതമ്യേന തിന്മകളും തെമ്മാടിത്തങ്ങളും കുറഞ്ഞൊരു കാലഘട്ടത്തിൽ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ഏറെ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. എങ്കിൽ തെമ്മാടിത്തവും തോന്നിവാസവും ദുർനടപ്പും ഏറ്റവും കൂടുതൽ പരന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ മേഖലയിൽ എത്രത്തോളം മുന്നോട്ട് വരേണ്ടതുണ്ട്? അറിവ് കുറഞ്ഞ കാലം, തെമ്മാടിത്തം വർദ്ധിച്ച കാലം, വ്യഭിചാരം വർദ്ധിച്ച കാലം, ലഹരി വർദ്ധിച്ച കാലം, യുദ്ധങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ച കാലം, തോന്നിവാസങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്നൊരു കാലം. അതിനിടയിൽ നന്മകൾ കൽപ്പിക്കുന്ന, തിന്മകളോട് പുറംതിരിയാൻ ഗുണദോഷിക്കുന്ന വെള്ളി നക്ഷത്രങ്ങൾ, വെള്ളി വെളിച്ചങ്ങൾ, എത്രയായിരിക്കും അതിന്റെ മഹത്വം, എത്രയായിരിക്കും അതിന്റെ പുണ്യം? ആ പുണ്യം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ? അല്ല, എനിക്കതിന്റെ ആവശ്യമില്ലെന്നാണോ? ഓരോരുത്തർക്കും നിർവഹിക്കാവുന്നതാണ് ഇസ്ലാമിക ദഅവ. എനിക്കെന്റെ അധികാരപരിധിയിലുള്ളവരോട് പറയാമല്ലോ, കുല്ലുക്കും റായി, നിങ്ങൾ എല്ലാവരും നേതാക്കളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച്, കീഴിലുള്ള അനുയായി വൃന്ദത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു വീട്ടിന്റെ കുടുംബനാഥൻ, അതുപോലെ തന്നെ കുടുംബനായിക ചോദിക്കപ്പെടും. ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ വീട്ടിൽ അരങ്ങേറുന്ന സംഭവവികാസങ്ങൾ, ആ വീട്ടിൽ നടമാടുന്ന കാര്യങ്ങൾ ആ വീട്ടിലെ കുടുംബനാഥന് തോളൊഴിയാനാവില്ല. കുടുംബനാഥയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകാനാവില്ല. അത് മക്കൾ ചെയ്യണതാ, ഞാനൊന്നും അറിയില്ല.
ഭാര്യ എന്തൊക്കെ ചെയ്യണതാ ഞാനറിയില്ല, പുതിയാപ്പിള എന്തോ ചെയ്യുന്നതാണ് അത് ഞാൻ അറിയില്ല, കൈയെഴുകാൻ പറ്റൂല, ഇവിടൊക്കെ പറയാ, ദുനിയാവിലതൊക്കെ പറയാം. പക്ഷെ ദുനിയാവല്ലല്ലോ ഇതിന്റെ വിചാരണ നടക്കുന്ന ലോകം. ഈ ബാധ്യത വിചാരണ നടത്തപ്പെടുന്ന ലോകം ദുനിയാവല്ല. ഇത് മരണം മുതൽക്ക് വരുന്ന ജീവിതത്തിലാണ് അതിന്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അവിടെ എന്റെ കൃത്യമായി ഞാൻ എന്റെ കാര്യം മറുപടി പറയേണ്ടി വരും. വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും ഖിയാമത്ത് നാളിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി തയ്യാറായി നേരിട്ട് നിൽക്കാൻ വേണ്ടി ഒറ്റക്കൊറ്റക്ക് വരും. ഞാൻ ആർക്കൊക്കെ വേണ്ടി ഈ ദീനിനെ അഡ്ജസ്റ്റ് ചെയ്തോ അവരാരും എന്റെ വക്കാലത്തേറ്റെടുക്കാൻ വരില്ല, ഉറപ്പ്. ഞാൻ ആരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ കടമകൾ നിർവഹിക്കാതെ പിന്മാറിയോ അവരാരും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ വീഴ്ച വരുത്തിയത്, അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ പിടിച്ചു ശിക്ഷിച്ചോളൂ, അദ്ദേഹത്തെ ഒഴിവാക്കൂ എന്ന് പറയാൻ സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ വരില്ല, മകൾ വരില്ല, തന്റെ കൂടെ കിടപ്പറ പങ്കിട്ട ഭർത്താവ് വരില്ല, ഭാര്യ വരില്ല, തനിക്ക് ജന്മം നൽകിയ പിതാവ് വരില്ല, മാതാവ് വരില്ല, ആരും വരില്ല. അവരവരാണ് മറുപടി പറയേണ്ടത്. അപ്പൊ എത്രയാണ് ഇതിന്റെ ബാധ്യത? ഇത് ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കെന്ത് ചെയ്യാൻ കഴിയുന്നാണോ ഞാൻ ആലോചിക്കുന്നത്, എന്റെ പരിധിയിൽ, എന്റെ അധികാര പരിധിയിൽ ഞാനത് നിർവഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിർവഹിച്ചിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിലോ, റിസൾട്ട് കാണുന്നില്ലെങ്കിലോ നമ്മൾ കുറ്റക്കാരാവോ? ഇല്ല. റിസൾട്ട് നൽകേണ്ടത് അള്ളാഹുവാണ്. അതെന്റെയും നിങ്ങളുടെയും പരിധിക്ക് പുറത്താണ്. പരലോകത്ത് ഞാനോ നിങ്ങളോ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഒരു മനുഷ്യരോടും പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല ചോദിക്കുകയില്ല, നിങ്ങൾ നന്മ കൽപ്പിച്ചിട്ട് തിന്മ വിരോധിച്ചിട്ട് എത്ര ആളുകളെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, റിസൾട്ട് കാണട്ടെ എന്ന് അല്ലാഹു ചോദിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറിൽ അമ്പിയാക്കൾ ഹാജരാകുമ്പോ ഓരോ നബിമാർക്കും കിട്ടിയ അനുയായികളെയും കൊണ്ടാണ് അതാത് നബിമാര് മഹ്ശറിൽ വരിക. അങ്ങനെ വന്നു നോക്കുമ്പോ ചില നബിമാരുടെ കൂടെ ഒരാള്, ചില നബിമാരോടൊപ്പം രണ്ടുപേര്, വേറെ ചില നബിമാരോടൊപ്പം സലാസ, മൂന്നാള്, വേറെ ചിലരോടൊപ്പം ജമാഅ, ഒരു സംഘം ആളുകൾ, വേറെ ചിലരോടൊപ്പം ആരുമില്ല. ഒരൊറ്റ അനുയായിയെപ്പോലും കിട്ടാതെ വഫാത്തായി പോയ മഹാന്മാരായ പ്രവാചകന്മാർ. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിൽ ഒരു പ്രബോധകന്മാരായി പറഞ്ഞേക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നബിമാരെ ഒപ്പം പറഞ്ഞയച്ചു. യാസീനിൽ പറയുന്ന സംഭവ, യാസീൻ പലർക്കും ചെറുപ്പത്തിൽ ചിലപ്പോൾ വെറുതെ മനപ്പാടാക്കി വെച്ചിട്ടുണ്ടാവും. അതിന്റെ അകത്ത് പറയണം എന്താണെന്നും ആർക്കും അറിയില്ല. ആകെ യാസീൻ പഠിക്കൽ മരിച്ചോടത്ത് ഓതാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഓരോ മുബീനെത്തുമ്പോ ആണി തറക്കാനും, വെള്ളരിക്കമ്മ ആണി തറക്കാനും, മാരണം ചെയ്യാനും, സിഹിർ ചെയ്യാനും ഒക്കെ വേണ്ടി ഇതിനൊക്കെ യാസീൻ ഉപയോഗപ്പെടുത്തരുത്. എന്താ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്? അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സൂറത്ത് യാസീനിലൂടെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം മുസ്നൈനി ഫകസ്സബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഒരു നാട്ടിലേക്ക് അള്ളാഹു രണ്ട് നബിമാരെയാണ് പറഞ്ഞയച്ചു. ചുരുക്കി പറയാണ് ഞാൻ, രണ്ട് നബിമാരെ പറഞ്ഞയച്ചു. ആ നാട്ടുകാരിൽ ഒരൊറ്റെണ്ണം വിശ്വസിച്ചില്ല. എല്ലാവരും ആ രണ്ടാളെയും കളവാക്കി. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരു നബിനെയും കൂടിയാണ് പറഞ്ഞയച്ചു.
ഈ രണ്ടാൾക്ക് ശക്തി പകരാൻ വേണ്ടി ഒരു മൂന്നാമനായ നബിയെ കൂടി ആ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവരെല്ലാം കൂടി ഒന്നിച്ചു പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങളൊക്കെ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിമാരാണ്, ഞങ്ങൾ പറയണമൊക്കെ വിശ്വസിക്കണം, നിങ്ങളുടെ നന്മക്ക് വേണ്ടി വന്നവരാണ്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ആ ജനത തോന്നിയാസം പറയായിരുന്നു എല്ലാവരും. ആ ജനതയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. യാസീനില്ല തുടർന്നുള്ള ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്ക്. എറിഞ്ഞുവല്ലോ നിങ്ങളെന്നാ പറഞ്ഞത്, ലൈലം തന്തഹൂലൻ അർജുമന്നക്കും വല യമസ്സന്നക്കും മിന്ന അദാബുൻ അലീം. ഭീഷണിപ്പെടുത്തരുത്. അവസാനം അങ്ങ് ഏതോ ഒരു പ്രദേശത്ത് നിന്ന് ഒരാൾ വരെയാണ്, ആ വ്യക്തി മാത്രം ഇയാളിൽ ഈ 3 നബിമാര് വന്നിട്ട് 3 നബിമാര് പണിയെടുത്തിട്ട് ഒരാളെ കിട്ടി. അങ്ങനെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഉ, ദാ ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആരും കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മുഅ്മിനായി മരിച്ചു. ആ ഒരു വ്യക്തിക്ക് അള്ളാഹു അത്യുന്നതമായ പദവി കൊടുത്തു. അദ്ദേഹത്തിന് വലിയ പദവി കിട്ടിയപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്റമീൻ. എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ, മുഅ്മിനായി കഴിഞ്ഞാലുള്ള നേട്ടത്രയാണെന്ന് എന്റെ ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എത്രയാണ് റബ്ബ് തരുന്ന ആദരവെന്ന് എന്നൊക്കെ പറയാണ് ആ ചരിത്രം. ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ല. പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ വേഗം ഒരു നിരാശപ്പെടാം. ഒരാളോടൊരു ഉപദേശിച്ച് പറഞ്ഞിട്ട് റിസൾട്ട് ഒന്നും കാണില്ല, പറഞ്ഞാലും നിങ്ങൾക്കില്ല, അന്ന് ആ വഴിക്ക് ഞാനില്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. നബിമാര് 3 ആള് വന്നിട്ട് 3 ആളൊരു നാട്ടിൽ വന്നിട്ട് എത്രയാ കിട്ടിയത്? ഒരാള്. അതുകൊണ്ട് ആ നബിമാർക്ക് വല്ല കമ്മിയുണ്ടോ? ഇനി നമ്മളൊക്കെ ദഅവത്ത് നടത്തിയിട്ട് നമ്മളെ ശൈലീദോഷം കൊണ്ടും സ്വഭാവദൂഷ്യം കൊണ്ടൊക്കെ ആൾക്കാർ വരാത്തതെന്ന് വിചാരിക്കുക. നബിമാർക്ക് അതുമില്ലല്ലോ. അള്ളാന്റെ പ്രവാചകന്മാരൊക്കെ എന്ന് പറഞ്ഞ മഅസൂമുകളല്ലേ, അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലുള്ള ആളുകളല്ലേ. അവർക്ക് ഇസ്ലാമിക പ്രബോധനത്തിൽ ശൈലീദോഷം സംഭവിക്കൂലല്ലോ. വിവേകത്തോടെ മാത്രമല്ലേ അവർ ഇടപെടുകയുള്ളൂ. എന്നിട്ട് പോലും അനുയായികളെ കിട്ടിയില്ല എന്ന് വന്നാൽ നമ്മൾ ആരും മനസ്സിലാക്കണ്ട, ഞാൻ പണിയെടുത്തിട്ട് റിസൾട്ട് കാണുന്നില്ലെങ്കിൽ എന്റെ ദഅവത്തല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കണ്ട. റിസൾട്ട് തരേണ്ടവൻ അല്ലാഹുവാണ്. എന്റെ ഡ്യൂട്ടി ഇത് പറയലാണ്, ആളുകളെ കേൾപ്പിക്കലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അതാണ്. അത് നിർവഹിച്ചോ ഇല്ലേ എന്നുള്ളത് പരലോക കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടി വരും. അത് നമ്മൾ ആരും രക്ഷപ്പെടുന്ന ആരും വിചാരിക്കേണ്ടതില്ല. ആരും വിചാരിക്കേണ്ട അതിന് ഞാൻ രക്ഷപ്പെടും. അത് നമ്മുടെ കടമയാണ്. കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ ഞാനാണ് മാറിക്കാൻ, ഞാൻ പറഞ്ഞാൽ അവരെ അംഗീകരിക്കൂല. ശരി, അംഗീകരിക്കൂലേ, എന്നാ പിന്നെ നീ എന്തിനാ ഇതിൽ കൂടിയാടാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ കൈകൊണ്ട് മാറ്റുക. അല്ലെങ്കിൽ അതിന് സാധ്യമല്ലയോ, നാവ് കൊണ്ടതിനെ മാറ്റാൻ ശ്രമിക്കുക. അതിനും സാധ്യമല്ലയോ, ഹൃദയം കൊണ്ട് വെറുക്കുക, അതിനെ മാറ്റുക. ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പാർട്ടാണത്, ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കൽ. 3 പദവിയാ പറഞ്ഞത് തിന്മ വിരോധിക്കുന്നിടത്ത്. ഒന്ന് കൈകൊണ്ടുള്ള തടയലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കൈകൊണ്ട് തടയാൻ എല്ലാവർക്കും പറ്റൂല. കൈകൊണ്ട് തടയാൻ അധികാരമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് പൗരന്മാരെ ഇടപെടാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്ത് തിന്മയുണ്ടെങ്കിലും ഗുണദോഷിക്കുക, സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പറയുക എന്നുള്ളതല്ലാതെ നിയമം കയ്യിലെടുക്കുവാനോ തെറ്റ് ചെയ്തവനെ പിടിച്ച് കൈകാര്യം ചെയ്യുവാനോ ഒരാൾക്കും അധികാരമല്ല. അത് അധികാരമുള്ള അധികാരികൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ കൈകൊണ്ട് തടയാന്ന് പറഞ്ഞാൽ അത് അധികാരമുള്ളവരാ ചെയ്യേണ്ടത്. അടുത്ത വീട്ടിലൊരു തിന്മ കാണുന്നുവെങ്കിൽ എനിക്കതിന് അധികാരമല്ല. എന്റെ വീട്ടിലൊരു തിന്മ കാണുന്നുവെങ്കിൽ ചിലപ്പോ എന്റെ മക്കളോ ബന്ധപ്പെട്ടവരോ ആണെങ്കിൽ വടിയെടുക്കേണ്ടടുത്ത് ഞാൻ വടിയെടുക്കേണ്ടി വരും. അത് അടുത്ത പൊരിയിലാണെങ്കിലോ വടിയെടുക്കാൻ എനിക്ക് അധികാരമല്ല. അത് അവിടുത്തെ കുടുംബനാഥന്റെ വീടാ, അവിടെ അദ്ദേഹത്തിന്റെ അധികാര. എനിക്ക് സ്നേഹത്തോടെ പോയിട്ട് പറയാൻ പറ്റും, മക്കളെ ഇങ്ങനെ ചെയ്യരുതേ, അത് നമുക്ക് മോശമല്ലേ, പാടില്ലാത്ത കാര്യമാണ്, നമുക്കൊക്കെ മരിച്ചു പോണ്ടേ. അപ്പോ അധികാരമുള്ളയിടത്ത് അധികാരികൾക്ക് ചെയ്യാം,
കൈകൊണ്ട് തടയാൻ കഴിയുന്നവർക്ക് കൈകൊണ്ട് തടയാം. എന്നാലോ അതിന് സാധ്യമല്ലെങ്കിലോ ഈ ബാധ്യത എല്ലാമാണോ? പറയണം, സ്നേഹത്തോടെ പറയണം, ഗുണകാംക്ഷയോടെ പറയണം. അത് പറയുമ്പോഴും മാന്യമായ ഭാഷയും മാന്യമായ ശൈലിയും, ഒരാൾ വെറുത്തിട്ടല്ല, അയാൾ നന്നാവണം എന്ന നസീഹത്തോടുകൂടെ പറയണം. ഏതൊരു കാര്യത്തിലും നല്ല ശൈലിയിലും നല്ല കാര്യങ്ങളും പറയുന്നതാണ് ഏറ്റവും ഭംഗി. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പറയുന്നിടത്ത് സതുപദേശം പറയുന്നുണ്ട്, ഹിക്മത്ത് പറയുന്നുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചത് സത്യത്തെപ്പറ്റി മിണ്ടാതിരിക്കുക, അത് മറച്ചു വെച്ചിട്ട് സംസാരിക്കുക, അതാ ഹിക്മത്ത് എന്നാ. അതല്ല. സത്യം വളരെ വ്യക്തമായിട്ട് പറയാ, പക്ഷേ അത് ആളുടെ തലവും ഗുരവും അതുപോലെ തന്നെ ആളുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് സംസാരിക്കണം. ചിലരോട് കുറച്ച് ഗൗരവത്തിൽ പറയേണ്ടി വരും, ചിലരോട് ആ ഗൗരവം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, സ്നേഹത്തോടെ തലോടി പറയേണ്ടി വരും. സംഗതി രണ്ടും ഒന്ന് തന്നെ. പക്ഷേ എല്ലായിടത്തും സ്നേഹത്തോടെ തലോടിയാലും പറ്റൂല, എല്ലായിടത്തും കാർക്കശ സ്വരത്തിൽ ഗൗരവത്തോടെ പറഞ്ഞാലും പറ്റൂല. ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിലെ പള്ളി മണൽ വിരിച്ച പള്ളിയാണ്. അന്നത്തെ പോലെ കാർപ്പറ്റും സംവിധാനങ്ങളൊന്നും അല്ലല്ലോ. ഓലമേഞ്ഞ മദീനയിലെ പള്ളി. അങ്ങകലെ സംസ്കാരം എന്തെന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവര്, ഗ്രാമീണനായ കാട്ടറബി കയറി വന്നു, പള്ളിയിലിരുന്നു. മൂപ്പർക്ക് മൂത്രയിക്കാൻ മുട്ടി, ഒരു ഭാഗത്തിരുന്നു, മൂപ്പരാണ് മൂത്രയിച്ചു. പള്ളിയാ. സഹാബികളൊക്കെ കൂടി എടുത്ത് ചാടി അയാളോ ആകെ കൈകാര്യം ചെയ്യാൻ പോകുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അയാളെ വിടിൻ, അയാൾ ശാന്തമായി മൂത്രയിക്കട്ടെ. മൂത്രയിക്കോളം കാത്തു പള്ളിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരീൻ. വെള്ളം കൊണ്ടുവന്നു. മൂത്രയിച്ച ഭാഗത്താണ്ട് ആ വെള്ളം ഒഴിച്ച് പള്ളി ക്ലീനായി. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇത് പള്ളിയാണ്, ഇത് അള്ളാന്റെ പള്ളിയാണ്, ഇവിടെ എന്തൊന്നും ചെയ്യാൻ പാടില്ല, മൂത്രയിക്കാനോ കഷ്ടിക്കാനോ ഒന്നുള്ള സ്ഥലമല്ല, ഇത് നിസ്കാരം നിർവഹിക്കാന്, ദിക്റുകൾക്ക്, അള്ളാഹുവിനോട് ദുആ ചെയ്യാന്, അങ്ങനെയൊക്കെയുള്ള ഒരു പവിത്രാക്കപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങൾ ചെയ്തതായിരിക്കും, സാരല്ല. നോക്കൂ നിങ്ങൾ, അതൊരു ശൈലിയാണ്, അതൊരു ശൈലിയാണ്. എന്നാ അള്ളാന്റെ റസൂൽ എപ്പോഴും ആ ശൈലി എടുത്തത്, അത് അദ്ദേഹത്തോട് അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. അത് അള്ളാന്റെ റസൂലിന് അറിയാം, അവിടുന്ന് അങ്ങനെയാണ് ചെയ്തത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടക്കുന്ന, ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്ന, കുറെ കാലമായി ഒപ്പമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബി ഒരിക്കൽ അള്ളാന്റെ റസൂൽ ഒരു സദസ്സിൽ കയറി ചെന്ന് നോക്കുമ്പോ അയാളുടെ കൈയിന്റെ വിരലിലുണ്ട് സ്വർണത്തിന്റെ മോതിരം. പുരുഷന് സ്വർണം ഹറാമല്ലേ? സ്വർണം ധരിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിളിച്ചു, എന്താ കാണുന്നു ചോദിച്ചു. സ്വർണത്തിന്റെ മോതിരം കയ്യിലിട്ടിരിക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വർണ്ണ ഹറാമാന്ന് എനിക്ക് അറിയില്ലേ, തൊട്ട് തടഞ്ഞിട്ട് നീ ഊരി വെച്ചല്ലോ, നീ പാടില്ലട്ടോ എന്നൊന്നുമല്ല അവിടെ പറഞ്ഞു. അതുകൊണ്ട് ഊരി കയ്യുന്നു, ഒറ്റ കയറ. അയാളുടെ കൈവിരലിൽ നിന്ന് സ്വർണത്തിന്റെ മോതിരം ഊരിയിട്ട് ഒറ്റ ഏറ്. അള്ളാന്റെ റസൂലിന്റെ മുഖമൊക്കെ ആകെ വിവരണമായി ദേഷ്യം പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും പറഞ്ഞ് അള്ളാന്റെ റസൂൽ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോ സഹാബികളൊക്കെ പേടിച്ചു. സഹാബികൾ പതുക്കെ റസൂൽ ഇറങ്ങിപ്പോയി എന്ന് കണ്ടപ്പോ ഈ ആളോട് പോയിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂല് അത് നിങ്ങൾക്ക് നിഷിദ്ധമായതുകൊണ്ട് എടുത്ത് എറിഞ്ഞല്ലേ, സാരല്ല, നിങ്ങളത് പോയിട്ട് എടുത്തോളി, അത് ധരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കാലോ, പോയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഊരിയെറിഞ്ഞൊരു സാധനം ഇനി ഞാൻ തൊടൂല എന്നാണ്. എനിക്കിനി അത് വേണ്ട. എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ? രണ്ടും രണ്ട് ശൈലിയാണ്. എന്തേ അയറാബി വന്നപ്പോ ഈ രൂപത്തിൽ പെരുമാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ നടക്കുന്നയാൾ ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ രോഷം കൊള്ളാൻ എന്താ കാരണം? ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. തലോടി പറയേണ്ടിടത്ത് തലോടി പറയേണ്ടി വരും, ദേഷ്യം പിടിക്കേണ്ടിടത്ത് ദേഷ്യം പിടിക്കേണ്ടി വരും. എല്ലായിടത്തും ദേഷ്യം പിടിക്കാനും പറ്റൂല, എല്ലായിടത്തും മയത്തിൽ പറയാനും പറ്റൂല. റിഫ്ക് സ്വീകരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കുറച്ച് ഗൗരവത്തോടെ പറയേണ്ട സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകണ നിലക്ക് അള്ളാന്റെ റസൂൽ സംസാരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർത്തുപുത്രനായി വീട്ടിൽ കഴിഞ്ഞിരുന്ന, ഖാദിമായി കഴിഞ്ഞിരുന്ന ഒരു കൊച്ചുകുട്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തളികയുടെ ചുറ്റും ഇരുന്നു. കുട്ടി ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ ഒരുങ്ങാണ്. അഴുക്ക് പിടുക്കൊക്കെ കൈയിട്ട് വാരിനുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ ഗുലാം, മോനെ സമ്മില്ല, ബിസ്മി ചൊല്ലണം കേട്ടോ, അള്ളാന്റെ പേര് പറയണേ, ബിസ്മി അല്ലാതെ കഴിക്കല്ലേ. കുൽ ബിയമീനിക, വലത്തെ കൈ കൊണ്ട് തിന്നണേ. വകുൽ മിമ്മാ യലീക, നമ്മുടെ മുമ്പെന്നേ കഴിക്കാവൂ കേട്ടോ, എല്ലാരെയും മുമ്പിലേക്ക് കൈയൊന്നിട്ട് വാരരുത്, ഒക്കെ അദബുകേടാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ആ മോനെ വളരെ സൗഹാർദ്ദത്തോടെ സ്വീകരിക്കാവുന്ന നിലക്ക് പറയാണ്. എന്താണ്? ആ കുട്ടിയാണ്, കുട്ടിക്ക് അറിയില്ല, കുട്ടിക്ക് ധാർഷ്ട്യം കൊണ്ടും ധിക്കാരം കൊണ്ടൊന്നുമല്ല കുട്ടി കൈകൊണ്ട് തിന്നണത്, അതിനത് അറിഞ്ഞൂടാ. അപ്പൊ കുട്ടികളോട് പറയുമ്പോ അങ്ങനെയാ പറയേണ്ടത്. എന്നാൽ അതേ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ദൃഷ്ടിയിൽപ്പെടാൻ ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ അയാളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ. അയാൾ എടുത്തടിച്ച് മറുപടി പറയും പോലെ പറഞ്ഞു, എനിക്ക് പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? എന്നാ പിന്നെ നിനക്ക് പറ്റൂല, എന്നാ പിന്നെ ഇനി നിനക്ക് പറ്റൂല. മരണം വരെ ആ വ്യക്തിയുടെ വലത്തെ കൈ പിന്നെ വായിലേക്ക് ഉയർന്നിട്ടില്ല, കൈ കുഴഞ്ഞുപോയി. എന്തേ കാരുണ്യത്തിന്റെ പ്രവാചകൻ ഈ ശൈലി പ്രയോഗിച്ചത്? ഒന്ന് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, അറിഞ്ഞിട്ടും അതിനോടുള്ള ധാർഷ്ട്യം പറഞ്ഞതാണ്. മറ്റതോ പാവപ്പെട്ട കുട്ടിയാണ്, വിവരമില്ലാത്ത അയറാബിയാണ്. ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളോട് ഉപദേശിക്കുമ്പോ ബുദ്ധിപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അള്ളാന്റെ റസൂലും സഹാബിമാരൊക്കെ ഒന്നിച്ചിരിക്കുന്ന വേളയിൽ നല്ല കാണാൻ സുമുഖനായ, നല്ല തണ്ടും തടിയും ആരോഗ്യവുമുള്ള ഒരു ചെറുപ്പക്കാരൻ കയറി വരികയാണ്. സഹാബികളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാരും കേൾക്കുമാർ ഇയാൾ അള്ളാന്റെ റസൂലിനോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഒരു ഇളവ് തരണം, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം. നല്ല ശബാബ്, നല്ല ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, എനിക്കതില്ലാതെ പറ്റൂല, എനിക്ക് കൺട്രോൾ ഇല്ല നബി, അവിടെ എനിക്ക് അതിന് അനുവാദം തരണം. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാന്റെ റസൂലിനോടാ വന്നിട്ട് പറയുന്നത് എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം. ആരുടെ മുമ്പെന്നാ പറയുന്നത്? സഹാബത്തൊക്കെ ഇരിക്കുന്നിടത്തുനിന്ന് വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. എന്റെ ഇടയിൽ വന്നിട്ടായി പറയുന്നത്. എല്ലാവരും ദേഷ്യം പിടിക്കാൻ തുടങ്ങി, എല്ലാവരുടെയും മുഖം വിവരണാകാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ വളരെ കൂളായിട്ട് അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, വ്യഭിചരിക്കണല്ലേ? ഇല്ലാതെ പറ്റൂലല്ലേ? ഇല്ല നബിയെ, പറ്റൂല. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഉമ്മാനെയാണ് ഒരാൾ ഇങ്ങനെ വ്യഭിചരിക്കുന്നതെങ്കിലോ? അയ്യാൻ അംഗീകരിക്കൂല. എന്റെ ഉമ്മാനെ ഒരാൾ വിചരിക്കേ, അയ്യാൻ അംഗീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളെ മോളെയാണെങ്കിലോ? നിങ്ങളെ മോളെ ആരെങ്കിലും വിചരിക്കുകയാണെങ്കിലോ? താലെടുക്കും ഞാൻ എന്റെ മോളത്തോട്. നിങ്ങളെ ഭാര്യയാണെങ്കിലോ? നിങ്ങളെ പെങ്ങളെയാണെങ്കിലോ? നിങ്ങളെ അമ്മായിനാണെങ്കിലോ? നിങ്ങളെ ഇളയമാനാണെങ്കിലോ? അല്ലാഹുവിന്റെ റസൂല് ചോദ്യങ്ങൾ ഇങ്ങനെ തൊടുത്തുവിടുക. അപ്പോഴൊക്കെ ഇദ്ദേഹം വൈകാരിക വിക്ഷോഭത്തിൽ മറുപടി പറയണം, വിട്ടൂല ഞാനവനെ, വിട്ടൂല ഞാനവനെ എന്നാ പറയണത്. ഒക്കെ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, എങ്കിൽ ഒരാളും അവരവരുടെ ഭാര്യ എങ്ങനെ ചെയ്യുന്നത് ഇഷ്ടാവില്ല, ഉമ്മാനെങ്ങനെ ഒരാൾ തൊടുന്നത് ഇഷ്ടാവില്ല, മക്കളെ തൊടുന്നത് ഇഷ്ടാവില്ല, പെങ്ങളെ തൊടുന്നത് ഇഷ്ടാവില്ല, അമ്മായിനെ തൊടുന്നത് ഇഷ്ടാവില്ല, ഇളയമാനെ തൊടുന്നത് ഇഷ്ടാവില്ല. എങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണ് ഒന്നുകിൽ ആരുടെയെങ്കിലും ഉമ്മയാവൂലേ, ആരുടെയെങ്കിലും മോളാവൂലേ, ആരുടെയെങ്കിലും പെങ്ങളാവൂലേ, ആരുടെയെങ്കിലും അമ്മായിയാവൂലേ, ആരുടെയെങ്കിലും ഇളയമായിരിക്കൂലേ? അവരത് പൊറുക്കുവോ? പിന്നെ നിങ്ങൾക്കിനി അത് പറ്റുമോ? എന്താണ് ബുദ്ധിപരമായ ചോദ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ചോദ്യം കേട്ടപ്പോ ആ മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും അസ്തമിച്ചു. അയാൾ ചിന്തിച്ചു, അയാൾക്കത് ക്ലിക്കായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ നെഞ്ചത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ തഖ്ഹിർ ഖൽബഹു, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ, വഹസ്സിൻ ഫർജഹു,
അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവത്തെ നീ പരിശുദ്ധമാക്കണേ, തിന്മകളിൽ നിന്ന് രക്ഷിക്കണേ. എന്താ സഹാബിയുടെ ബാക്കി ചരിത്രം എന്നറിയോ? അവിഹിതമായ ഒരു കാര്യത്തിലേക്ക് മരണം വരെ പിന്നെ ആ സഹാബിയുടെ കണ്ണ് തിരിച്ചിട്ടില്ല. കണ്ണ് തിരിച്ചിട്ടില്ല. അതൊരു ഇടപെടലാണ്, അതൊരു ദഅവത്തിന്റെ രീതിയാണ്. ചില ഘട്ടങ്ങളിൽ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ട് എല്ലാ രംഗത്തും. ഈ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? നമുക്കെല്ലായിടത്തും വെട്ടൊന്ന് മുറി രണ്ടാ ശൈലിയല്ലേ? അത് വേണ്ടിടത്തെ അതെടുക്കാവൂ, അല്ലാത്തടത്ത് ഗുണദോഷിക്കണം. മൊത്തത്തിൽ ഇതിന്റെ നിയമം ശൈലി നന്നാക്കലാണ്. അനിവാര്യമായ ഘട്ടങ്ങളിലാണ് വടിയെടുക്കേണ്ടടുത്ത് വടിയെടുക്കേണ്ടി വരും. അത് അധികാരമുള്ളവർക്ക് മാത്രം. തലോടി പറയേണ്ടി വരും. അധികാരമുള്ളവരോട് പോലും തലോടി പറയേണ്ടി വരും. അതിനൊക്കെ ഓരോരോ പദവികളും സ്ഥാനങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അത് നമ്മൾ നിർവഹിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ് പ്രിയമുള്ളവരെ. ഈ ബാധ്യത നിർവഹിക്കാതിരുന്നാൽ നമുക്ക് സംഭവിക്കാവുന്ന ദുരന്തമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം ജനങ്ങളെ, തിന്മ കൊണ്ട് തിന്മയെ നിങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ചില ദുരന്തങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിരോധിക്കുക തന്നെ ചെയ്യണം. ഔ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുകയെന്നോ, അല്ലാഹു അവന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് കടുന്ന സ്വരൂപത്തിലുള്ള കടുത്ത ശിക്ഷ അവൻ നിങ്ങളിലേക്ക് ഇറക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ആ ശിക്ഷ വരുമ്പോ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി സുമ്മലത്തതുഴുന്നഹു, നിങ്ങൾ അവനോട് രക്ഷയ്ക്ക് വേണ്ടി കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമ്പോൾ, പക്ഷേ ഫലാ യസ്തജീബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരൂല. റബ്ബ ദുആ സ്വീകരിക്കുന്നതല്ല. എന്താ കാരണം എന്നറിയോ? ഈ ബാധ്യതയിൽ നിങ്ങൾ വീഴ്ച വരുത്തിയത് കൊണ്ട് നിങ്ങളെ ദുആ പോലും സ്വീകരിക്കപ്പെടൂല. അപ്പൊ എത്രയാ അതിന്റെ ഗൗരവം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കുക, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. എന്താ നമ്മളൊക്കെ ചെയ്യാറുള്ളത്? ഒരാളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചോ? ഒരാൾക്കൊരു നന്മ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചോ? എന്തൊക്കെ രീതിയിൽ നമുക്കിന്ന് ഇസ്ലാമിനെ എത്തിക്കാൻ കഴിയും? നമ്മൾ തയ്യാറുണ്ടോ? ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു, ആളുകളിലേക്ക് നന്മയുടെ മെസ്സേജുകൾ കൊടുത്തു, നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാം നമുക്ക് ഏറ്റവും അള്ളാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വമ്പിച്ച പ്രതിഫലത്തിന് വിധേയമാകുന്ന അവകാശികളാകുന്ന മഹൽ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഈ ബാധ്യതകൾ ആണാവട്ടെ പെണ്ണാവട്ടെ നിർവഹിക്കുക. അതിലൂടെയാണ് നമ്മുടെ സുരക്ഷ. മേലോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വിടാനാവാതിരുന്നാൽ, താഴേക്ക് പറഞ്ഞയച്ച ശ്വാസം ഇനി മുകളിലേക്ക് വലിക്കാൻ കഴിയാതിരുന്നാൽ തീർന്നു നമ്മുടെ ജീവിതം. പിന്നെ വരുന്നത് കണക്കെടുപ്പിന്റെ നാളുകളാണ്. ആ ലോകത്ത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് മാത്രമുണ്ട്. അതുകൊണ്ട് ഒന്ന് ഗൗരവത്തോടെ ആലോചിക്കുക, എനിക്ക് ഈ രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇരുട്ടിൽ കഴിയുന്ന ആയിരങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ എന്തെങ്കിലും ഒരു സന്ദേശം എത്തിക്കാൻ ആവുന്നത് ചെയ്യാൻ കൂട്ടമായ ആലോചനകളും പരിശ്രമങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കണം. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതകളെ ഓർക്കുകയും ആ ബാധ്യതാ നിർവഹണത്തിന്റെ മാർഗത്തിൽ പ്രായോഗികമായി ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.